നമസ്കാരം. യാദവരെ തീർത്ത ഇരുമ്പുലക്കയുടെ ഒരു കഥ കേട്ടിട്ടില്ലേ? ജാമ്പവതിയുടെ മകനായ സാമ്പനെ കൂട്ടുകാരെല്ലാം കൂടി സ്ത്രീവേഷം കെട്ടിച്ചു, ഗർഭിണിയായി അഭിനയിപ്പിച്ചു. എന്നിട്ടവർ മുനിവര്യനായ വിശ്വാമിത്രൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭോ, ഇവർക്ക് ഏത് കുട്ടിയാണ് ജനിക്കുന്നതെന്ന് അങ്ങൊന്ന് പറയാമോ? ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം കണ്ട വിശ്വാമിത്രൻ പറഞ്ഞു, നീ ഒരു ഇരുമ്പുലക്ക പ്രസവിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. സാമ്പൻ ഇരുമ്പുലക്ക പ്രസവിച്ചു. ബാക്കിയൊക്കെ കഥയായി കിടക്കട്ടെ. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി അജ്ഞാതയായ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച ഇരുമ്പുലക്കയെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസം 2-3 ജ്ഞാനദൃഷ്ടിയുള്ള ഗോവിന്ദൻ വരെ പേരെടുത്തു കഴിഞ്ഞു. വയറ്റാട്ടികളെപ്പോലെ വിപ്ലവ സഖാത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. BJP-ക്കാർ ആ കുഞ്ഞിനെ താരാട്ടാൻ തൊട്ടിൽ പണിത് വാവാവോ പാടിപ്പടിച്ചു. സതീശൻ ആ കൊച്ചിന് തേനും വയമ്പും കൊടുത്തു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ തൊട്ടിൽ കെട്ടിയാട്ടിയ മഹിളാ മോർച്ച നേതാവിനോട് ഒന്നേ പറയാനുള്ളൂ. മോർച്ചക്കാർക്കറിയാത്ത കാര്യം ശശികല ടീച്ചറോടോ ശോഭാ സുരേന്ദ്രനോടോ ചോദിക്കണം. ഇങ്ങനെ വെറും തൊട്ടിൽ കെട്ടിയിട്ട് ആട്ടരുത്. അതൊരു വിശ്വാസ പ്രമാണമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അത് ഭയങ്കര ദോഷമാണ്. ആരോപണത്തിൻ്റെ വെറും തൊട്ടിൽ ഇവിടെ കെട്ടിയാടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. സത്യത്തിൽ രാഹുൽ വശീകരിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ആ സ്ത്രീ ആരാണ്? അവരുടേത് ഒറിജിനൽ ഗർഭമോ വ്യാജമോ? അഥവാ സ്ത്രീ പ്രസവിച്ചോ? ലോകത്താർക്കും ഒന്നും അറിയില്ല. അജ്ഞാത ഗർഭിണി ആരാണെന്ന് ആർക്കും അറിയില്ല. പുരാണത്തിലെ സാമ്പൻ സ്ത്രീവേഷം കെട്ടി വിശ്വാമിത്രൻ്റെ ശാപം വാങ്ങിയ പോലെ രാഹുലിനെ കൊണ്ട് തന്നെ ഇരുമ്പുലക്ക പ്രസവിപ്പിച്ചതാകുമോ? ഉലക്ക കൊണ്ട് യാദവകുലം മുടിഞ്ഞ പോലെ യൂത്തന്മാരും പരസ്പരം കുത്തിമരിക്കുന്നു. സതീശൻ സ്വന്തം മാനസപുത്രനെ ഇത്രമാത്രം വെറുക്കാൻ എന്താണ് കാരണം? പുത്രിയെപ്പോലെ താൻ കണ്ട പറവൂരുകാരിയോട് അശ്ലീലം പറഞ്ഞതാകുമോ കാരണം? താനിങ്ങനെ ആ പീഡനവീരനെതിരെ ഒരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണെന്ന് എന്തുകൊണ്ടാണ് ആ മാനസപുത്രി സതീശൻ എന്ന പൊളിറ്റിക്കൽ തന്തയോട് പറയാതിരുന്നത്? തനിക്ക് നാളെ മുഖ്യമന്ത്രി കസേരയിലെത്താൻ ഈ അവിഹിത ഗർഭം തടസ്സമാകുമെന്ന ഭയമുണ്ടോ സതീശന്? പാതിരാത്രിയിൽ തൻ്റെ അനുവാദം കൂടാതെ അമ്പൂക്കയെ കാണാൻ പോയതാകുമോ രാഹുൽ ചെയ്ത തെറ്റ്? വളയമില്ലാതെ ചാടാൻ തുടങ്ങിയ പയ്യൻ ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടുണ്ടാകുമോ? തനിക്ക് നാളെ ഭരണം കിട്ടിയാൽ നടുത്തുണ്ടം അവൻ ചോദിക്കുമോ എന്ന് ഭയമുണ്ടോ? എത്രമാത്രം സ്നേഹിച്ചും താലോലിച്ചുമാണ് സതീശൻ കൊച്ചു സതീശനെ കൊണ്ടു നടന്നത്. ബലിപുത്രൻ്റെ കഥയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പലതവണ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും വിജയം വരിക്കുകയും ചെയ്ത മഹാനാണ് അബ്രഹാം. ഒരിക്കൽ അദ്ദേഹത്തെ ദൈവം പരീക്ഷിച്ചത് സ്വന്തം പുത്രനെ ബലി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ പിണറായി വിജയൻ്റെ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സതീശന് രാഷ്ട്രീയ ബലി സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാം. നമ്മുടെ നാട് എത്രമാത്രം മാറിയിരിക്കുന്നുവെന്ന് പിണറായി പറയാറുണ്ടെങ്കിലും ഗർഭകഥകളും പീഡനവും അവിഹിതവും ഇത്രമാത്രം ആസ്വദിക്കുന്ന ഒരു സമൂഹം വേറെയില്ല സഖാവേ. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിയായ CPM-കാർ. അവർക്കതൊരു ആഘോഷം തന്നെയാണ്. മരക്കള്ളൻ്റെ ചാനലിൽ ഇപ്പോൾ പക്ഷം പറഞ്ഞുള്ള ചർച്ചയല്ല. എഡിറ്റേഴ്സ് മീറ്റ് മുതൽ വീരപ്പൻ മുതലാളി വരെ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ്. സ്ത്രീത്വത്തിനു വേണ്ടി ഉറഞ്ഞു തുള്ളുകയാണ് അവർ. ദിവസവും ഓരോ സ്ത്രീകളും വന്ന് അവരോടങ്ങ് പരാതി പറയുകയാണ്. ഇതിലൊരു ശബ്ദരേഖയാണ് ബഹുരസം. അവൻ എന്നെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി. ഗർഭമലസിപ്പിക്കാൻ ഒരു ഗുളിക നിർബന്ധപൂർവം കഴിപ്പിച്ചു. വേണ്ട, എനിക്കത് അലർജിയാണെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവൻ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അപ്പോൾ റിപ്പോർട്ടറുടെ ചോദ്യം, അതിനുശേഷം നിങ്ങളെ അയാൾ വിളിച്ചിട്ടുണ്ടോ? പലതവണ വിളിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം പീഡിപ്പിച്ചു. ഇങ്ങനെ വിളിക്കുമ്പോഴെല്ലാം ചെന്ന് പീഡനമേറ്റുവാങ്ങുന്ന അജ്ഞാതയായ ഇരയെ നീയാണ് ഉത്തമ നവകേരള പൗര. മരക്കള്ളൻ്റെ ചാനലിലെ ഒരു റിപ്പോർട്ടർ രാഹുലിൻ്റെ അജ്ഞാത ഗർഭം തേടി അലയുകയാണ്. ഇനി ഏതെങ്കിലും കൊമ്പനാനയോ കുളക്കോഴിയോ മാത്രമേ രാഹുൽ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയാനുള്ളൂ. ഞെട്ടിക്കുന്ന വാർത്തയാണ് ഓരോ മണിക്കൂറുകളിലും സുജയ പാർവതി എയർ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ദുർബലകളുണ്ടെങ്കിൽ അവരുടെ ഗർഭം അലസിപ്പോകും. സുജയ പാർവതി കലോത്സവത്തിലെ നാടോടി നൃത്തക്കാരിയായ കുട്ടിയെപ്പോലെ 4 ഭാഗത്തും ഓടിക്കൊണ്ടാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ഇഡലി ഗർഭ ദോശഗർഭ എന്ന് ഹരിശ്രീ അശോകൻ പറഞ്ഞതുപോലെ സകല ഗർഭിണികൾക്കും പിന്നാലെ ഇവരുടെ റിപ്പോർട്ടർമാർ ഓടുകയാണ്, രാഹുൽ ഗർഭ എന്ന് ചോദിച്ചുകൊണ്ട്. ആശാമാർ സമരത്തിലായതുകൊണ്ടാണ് റിപ്പോർട്ടർമാർക്ക് ഈ പണി ചെയ്യേണ്ടി വരുന്നത്.
അവരാ അവരാണ് മുൻപൊക്കെ പഞ്ചായത്തിലെ ഓരോ വീടുകളും കയറി ഗർഭിണികളുടെ സുഖവിവരം അന്വേഷിച്ചിരുന്നത്. പരാതി പറയാൻ ഗർഭഛിദ്രകാരി ഇല്ലെങ്കിലെന്താ, ബാലാവകാശ കമ്മീഷൻ വരെ നടപടിയെടുക്കാൻ ഒരുങ്ങി കോട്ടിട്ട് നിൽക്കുന്നു. ഒരമ്മ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കള്ളത്തരത്തിലൂടെ നാടുകടത്തി ദത്ത് കൊടുത്തവരുടെ ശിശുസ്നേഹവും ഗർഭസ്ഥ ശിശുവിനോടുള്ള കരുതലും അപാരമാണ്. ഇരയായ യുവതിയുടെ വയറുകാണൽ ചടങ്ങിന് പോകാൻ മഹിളാ മോർച്ചയും ജനാധിപത്യ മഹിളകളും ഇറങ്ങിയിട്ടുണ്ട്. അവർ ബസ് ബുക്ക് ചെയ്തു. സ്ഥലമുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഏതാനും മഹിളാ കോൺഗ്രസ്സുകാരികൾ കൂടി കയറും. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെപ്പറ്റിയുള്ള ആശങ്കയിലാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ്. കരിവള, കുഞ്ഞുടുപ്പ്, കൺമഷി, തൊട്ടിൽ എന്നിവയെല്ലാം ഇവർ വാങ്ങി വെച്ചു കഴിഞ്ഞു. ഗോവിന്ദൻ അപ്പക്കുട്ടയുമായി പോകും. 5-ാം മാസം 5 കൂട്ടം പലഹാരം, 6-ാം മാസം 6 കൂട്ടം പലഹാരം എന്നിങ്ങനെയാണ് നാട്ടിൻപുറങ്ങളിലെ വയറുകാണൽ ചടങ്ങിൻ്റെ ഒരു രീതി. പക്ഷേ പരാതിക്കാരെല്ലാം മരംകൊത്തി ചാനലിനെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് പോലീസിനെ ഒന്നും വിശ്വാസമില്ല. ഞങ്ങൾ സ്ത്രീയുടെ ശബ്ദം എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതോ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ഗർഭിണിയുടെ ശബ്ദം പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെയും ഗർഭിണികൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇവർക്ക് അറിയാതിരിക്കില്ലല്ലോ ആ ഗർഭിണിയെ. എന്നെ കൊല്ലാനല്ലേ അയാൾ വരുന്നത് എന്ന് സ്ത്രീ ചോദിക്കുന്നു. നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് തിരിച്ചു ചോദിച്ചാൽ കൊല്ലുമെന്ന് പറഞ്ഞു എന്നാണോ അർത്ഥം? നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നും നിന്നെ ഒന്ന് കാണണമെന്നും രാഹുലിൻ്റെ ശബ്ദം പറയുന്നു. എൻ്റെ തല പൊട്ടിപ്പോകുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ ചാടിച്ചാവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതും ഫലിതമായി. ഗർഭഛിദ്രത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നീ എന്താ സിനിമ കാണുകയാണോ എന്നൊക്കെയാണ് രാഹുലിൻ്റെ ശബ്ദം ചോദിക്കുന്നത്. ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ പിണറായി സർക്കാർ 4 കൂട്ടം പ്രഥമൻ കൂട്ടി നമുക്ക് സദ്യ തന്ന ഒരു ഫീലാണ്. ചാനലുകളെല്ലാം കൂടി നമ്മളെ ശരിക്കും ഊട്ടി നിറച്ചു കഴിഞ്ഞു. 2020 മെയ്യിലെ കോവിഡ് കാലത്തെ മെസ്സേജുകളാണ് ചാനൽ രാഹുലിൻ്റേതായി കാണിക്കുന്നത്. അന്ന് വേറെ പണിയില്ലാതെ വീട്ടിലിരുന്ന ഒരുമാതിരിപ്പെട്ട പുങ്കന്മാരുടെ എല്ലാം സ്ഥിരം പരിപാടി കാമുകിമാരെ രസിപ്പിക്കലായിരുന്നു. ഇയാൾ ഡൽഹിയിൽ പഠിച്ചപ്പോഴും പിഴയായിരുന്നുവെന്നാണ് ആനി രാജ പറയുന്നത്. ഇയാളെ അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചറെ കണ്ടെത്തി റിപ്പോർട്ടർ ചാനൽ ഒരഭിമുഖം തയ്യാറാക്കേണ്ടതാണ്. കൂടെ പഠിച്ച പെൺപിള്ളേർക്ക് പൂ നീട്ടിയതായി ഒരു പരാതി എഴുതി വാങ്ങണം. അങ്ങനെ ഇവനെ നമുക്ക് പാഠം പഠിപ്പിക്കണം. അപസർപ്പക കഥകളും അഭിഹിത ഗർഭവും അശ്ലീലവും കൊണ്ട് ഇങ്ങനെ മുടിഞ്ഞ ഒരു മാധ്യമകാലം വേറെ ഉണ്ടായിട്ടില്ല. ഇതേ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഈ റിപ്പോർട്ടർ ചാനൽ നിലനിൽക്കുകയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അവസ്ഥ എന്താകുമായിരുന്നു? ഈ പറയുന്ന അഭിഹിത കഥകളും ഗർഭവും എല്ലാം ശരിയാണെങ്കിൽ ആ സ്ത്രീ നാളെ തൻ്റെ കുഞ്ഞുമായി ഈ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ വന്ന് ജീവിക്കും? അത്രമാത്രം ഈ കഥയെ നമ്മൾ അശ്ലീലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴാ സ്ത്രീയുടെ മനുഷ്യാവകാശത്തിനും കുഞ്ഞിൻ്റെ പൗരാവകാശത്തിനും നമ്മളെന്ത് മറുപടി പറയും? തൻ്റെ മകൻ ഏതൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്നാലും ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ രാഹുലിന് ഒരമ്മയുണ്ട്. ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒന്നേ ഇപ്പോൾ പറയാനുള്ളൂ. പാർട്ടിയല്ല, അവരുടെ ചളുങ്ങിയ ഹൈക്കമാൻഡ് തടഞ്ഞാലും വേണ്ടില്ല, രാഹുൽ പുറത്തു വന്ന് സത്യങ്ങൾ സത്യമായി തന്നെ പറയണം. നടന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളോട് വിശദീകരിക്കണം. നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴും ഈ നാട്ടിലുണ്ട് എന്ന കാര്യം മറക്കരുത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വോട്ട് തന്ന് മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ട പാലക്കാട്ടെ വോട്ടർമാർ. ഒരുത്തൻ്റെയും ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ രാജിവെക്കുകയും വേണം ഈ MLA സ്ഥാനം. നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അവരോടെങ്കിലും നീതി പുലർത്താൻ രാജിയാണ് ഉത്തമം. അതോടെ ഇന്നുവരെ ഈ രാഷ്ട്രീയത്തിൽ തുടർന്നു വരുന്ന എല്ലാ കീഴ്വഴക്കങ്ങളും അവസാനിക്കട്ടെ.